ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കിന്നുണ്ടായിരുന്ന ട്രേഡുകൾ ഇതാണ്, ഇപ്പോൾ കാണുന്നതാണ്. ഇന്ന് കുറച്ച് ട്രേഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറേയൊക്കെ നമുക്ക് കോസ്റ്റ് കൊടുക്കേണ്ട വന്നു. ചിലതൊക്കെ നമ്മളെ കൂട്ടാണ്ട പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് നിഫ്റ്റി സ്പോട്ട് ചാർട്ടാണ് കേട്ടോ. ഇതൊന്ന് ട്രേഡ് നല്ല രീതിക്ക് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ പ്രീവിയസ് ഡേയുടെ ഒരെണ്ണം ബ്രേക്ക് ചെയ്യണം, എന്നാലാണ് ഒരു മൊമെൻറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു റെസിസ്റ്റൻസ് 22,557 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെൻറ്റ് കിട്ടും. ഇതിൻ്റെ ഇടയിലാണ് നിൽക്കേണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ട്രേഡ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് നമുക്ക് കിട്ടും. പക്ഷേ അതിങ്ങനെയാണ് കിട്ടുക, മനസ്സിലായാലും. അതിപ്പോൾ ചെറിയ പ്രോഫിറ്റുകൾ അല്ലെങ്കിൽ കോസ്റ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഓരോ ലെവലിലാണ് കിട്ടുക. അല്ലാണ്ട് ഒരു ഫുൾ ടാർഗറ്റ് നിഫ്റ്റിയിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണെന്ന് കേട്ടോ. നമുക്കുണ്ടായിരുന്ന സ്ട്രൈക്കുകളൊക്കെ ഇതാണ്. സെൻസസ് ഉണ്ട്. സെൻസസ് ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. സെൻസസ് പിന്നെ കൊടുക്കാം, അത് ഇപ്പോൾ പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റിയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത്. ആ ബാങ്ക് നിഫ്റ്റി ഇത്രയും സ്ട്രൈക്കുകൾ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കുണ്ടായിരുന്ന ട്രേഡുകൾ ചെറുത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 4770 സിയിൽ നിങ്ങൾ ഈ കാണുന്ന 3 ട്രേഡ് വന്നിട്ടുണ്ട്. 4770 സിയിൽ കോസ്റ്റ് ആദ്യ ട്രേഡ്. ഫസ്റ്റ് കിട്ടിയ ട്രേഡ് ഇതാണ് ഇന്നത്തെ ദിവസത്തെ. പക്ഷെ നമ്മൾ നോക്കുക, സ്വൈപ്പ് ചെയ്തിട്ട് ഫുൾ ടാർഗറ്റ് പോയ ട്രേഡാണ്. അത് ഇത്തിരി അടിയിൽ നിന്നൊക്കെ ബൈ ചെയ്യാണ്. അതായത് SL സൈഡിലേക്ക് വരെ ബൈ ചെയ്യുന്ന ആൾക്ക് ഈ ട്രേഡ് ഫുൾ ടാർഗറ്റ് പോകും. അതിനൊന്നും ഓപ്ഷൻ മാർക്കറ്റ് തന്നിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് തന്നെ എടുത്തിട്ടുണ്ടാവും ഈ ട്രേഡ്. പിന്നെ ചെറിയ പ്രോഫിറ്റ് കൊണ്ട് അടിയിലേക്ക് പോയി, പിന്നെ നേരിട്ട് മുകളിൽ പോയി. പക്ഷെ അത് കോസ്റ്റാണ്, കോറിലേഷൻ ഉണ്ടായിരുന്നില്ല. ഇത് ഫസ്റ്റ് ട്രേഡായിരുന്നു. ഈ ട്രേഡ് ഈ ദിവസത്തെ ഫസ്റ്റ് ട്രേഡാണ്. അപ്പോൾ ആ ദിവസം തന്നെ ഫസ്റ്റത്തെ ട്രേഡിൽ തന്നെ നമുക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കോറിലേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ കോസ്റ്റ് അടിക്കാനാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായത്. രണ്ടാമത്തെ ട്രേഡ് നമുക്ക് 238.80 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും കോസ്റ്റാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് മുകളിലാണ്. അതായത് ഈ ക്യാൻഡിലാണ് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവുന്നത്. പിന്നെ ഞാനിത് കറക്റ്റായിട്ട് പോകണ്ടായിരുന്നു. SL സൈഡിൽ നിന്ന് തന്നെ ബൈ ചെയ്യാൻ പോകണ്ടായിരുന്നു. അതായത് SL കൊടുക്കുന്ന ഭാഗത്തു നിന്ന് തന്നെ 30 പോയിന്റ് കൊടുക്കുന്ന ഭാഗത്തു നിന്ന് തന്നെ ബൈ ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കുക, 2 ക്യാൻഡിലിൻ്റെ അടിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ബൈ ചെയ്യാം. ഇത് SL പോലുള്ള ട്രേഡല്ല, ഇത് കോസ്റ്റാണ്. കുറച്ച് നേരം നിന്നപ്പോൾ പിന്നെ കോസ്റ്റ് നിങ്ങൾക്ക് കാണാമല്ലോ. ഇവിടെ കുറച്ച് നേരം ഇപ്പം ഇത്രയും നേരം ഹോൾഡായി നിന്നപ്പോൾ ഞാൻ പറഞ്ഞു കോസ്റ്റ് എക്സിറ്റ് അടിച്ചോളാം. പിന്നെ റിട്ടേൺ കയറുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. റിട്ടേൺ കയറുമ്പോൾ ആണ് പിന്നെയും ഇതും തന്നെ എൻട്രി വരുന്നത്. ഇതേ പ്രൈസ് തന്നെ 238.80. അത് നമുക്ക് 50 പോയിൻറ്റിൻ്റെ മുമ്പിലാണ് കിട്ടിയാണത്. 48,700 സി നിങ്ങൾക്ക് കാണാമല്ലോ. 50 പോയിൻറ്റിൻ്റെ മുമ്പിലാണ് അവിടെ കിട്ടിയാണത്. അപ്പം ഇങ്ങനത്തെ ഒരു 3 ട്രേഡ് ഒറ്റ സ്ട്രൈക്കിൽ തന്നെ രാവിലെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു നിഫ്റ്റിയിലത്തെ ട്രേഡാണ് 22,550. ഇതിൻ്റെ 2 ഉണ്ട്. ഇതിൽ ഈ ട്രേഡ് മാത്രം, ഈ രണ്ടാമത്തെ ട്രേഡ് മാത്രം നമുക്ക് കോസ്റ്റ് പോയിക്കണേ. ആദ്യത്തെ ട്രേഡ് കോസ്റ്റ് തന്നെയാണ്. ചിലവർക്ക് പക്ഷേ അത് 10 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. കോസ്റ്റ് കൊടുക്കാത്തവർ, ഫസ്റ്റ് ട്രേഡ് കോസ്റ്റ് കൊടുക്കാത്തവരുണ്ടെങ്കിൽ അത് 10 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഇത് ഞാൻ കോസ്റ്റ് വിട്ടോളാൻ പറഞ്ഞു. ഈ രണ്ടിന് ഞാൻ പറഞ്ഞ കോസ്റ്റ് തന്നെ പറഞ്ഞത്. പക്ഷെ ഒരെണ്ണം നമുക്ക് 10 പോയിൻറ്റ് അവിടെ തന്നിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് 10 പോയിൻറ്റ് തന്നിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ രണ്ടും ഞാൻ 10 പോയിൻറ്റ് കാര്യം പറയണം. അവിടെ ഒരു ട്രേഡിൽ രണ്ടും നമുക്ക് കോസ്റ്റ് ആയിട്ട് തന്നെ കണക്കാക്കാം. 10 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്, അതാണ് കുഴപ്പമില്ല. കോസ്റ്റിലാണ് നമുക്ക് കണക്കാക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ട്രേഡുകൾ നമുക്കൊന്നും കിട്ടിയാണത്. വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിൽ വൈകിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ടായി. പക്ഷേ ഞാൻ ആ ടൈമിൽ ട്രേഡ് ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ. ഞാൻ ഗ്രൂപ്പൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല ആ ടൈമിൽ. നമ്മൾ അതിനൊക്കെ മുമ്പേ ഗ്രൂപ്പൊക്കെ നിർത്തിയിരുന്നു. അപ്പോൾ പിന്നെ ആ മൊമെൻ്റ് ഒന്നും നമ്മൾ ക്യാച്ച് ചെയ്തിട്ടില്ല. നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നിട്ട് 1 സെക്കൻഡ് അല്ലെങ്കിൽ 2-3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കിട്ടി നോക്കി ട്രേഡ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അത് എല്ലാവരും ഇരിക്കണം നിർബന്ധമില്ല. അത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ഈ 3:30 വരെയും എല്ലാവരും ട്രേഡിങ് ഇരിക്കാൻ നിർബന്ധമൊന്നുമില്ല. അവർക്ക് രാവിലെ കിട്ടുന്ന ട്രേഡുകളൊക്കെയാണ് അവർക്ക് പ്രോഫിറ്റ് എടുക്കേണ്ടത്. അവിടെ നിന്ന് നമുക്ക് ട്രേഡ് കിട്ടിയിട്ടില്ല. കിട്ടേണ്ട ടൈമിൽ നമ്മളില്ല. ഞാൻ ഗ്രൂപ്പ് 2 മണി 2:30 നിർത്താറുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ 3:30 വരെയും ട്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ട്രേഡിങ്ങിൽ ഇരുന്നിട്ട് ട്രേഡ് കിട്ടിയില്ല എന്നുള്ളൂ. പിറ്റേ ദിവസം നോക്കാവുന്നതുള്ളൂ. ഇന്ന് തന്നെ ട്രേഡ് കിട്ടണം, ഇന്ന് തന്നെ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം, അങ്ങനത്തെ മൈൻഡ് സെറ്റിലൊന്നും ആയിരിക്കരുത്. എല്ലാ ദിവസവും മാർക്കറ്റ് ഉണ്ട്, ശനി ഞായർ ഒഴിച്ച്. അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റികൾ മാർക്കറ്റിൽ നിൽക്കുക. അപ്പോൾ നിങ്ങളങ്ങനെ കണ്ടാൽ മതി, മനസ്സിലായില്ലേ. പത്രക്കുള്ളത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ആവാം. ഫ്രീ ചാനലാണ്. അതിൽ കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യണത്. ഫ്രീ കോഴ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ സ്റ്റഡി നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതായത് ബയേഴ്സ് ക്ലോസിങ്, സെല്ലേഴ്സ് ക്ലോസിങ്, അതായത് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ്, റെഡ് ക്യാൻഡിൽ ക്ലോസിങ്. ഞാൻ പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള
ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, നോക്കാം, നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് വെറുതെ നോക്കിയിരിക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും നോക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്. നാളെ നല്ല ട്രേഡുകളൊക്കെ കിട്ടുന്ന ദിവസം കൂടിയാണ്. മനസ്സിലായില്ലേ? സാധാരണ വെള്ളിയാഴ്ചകളിൽ മൂവ്മെൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് നാളെ ഞാനും ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് താല്പര്യമുള്ളവർക്ക് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം, ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.